friends, welcome back to our new video. ഇന്ന് ഞങ്ങൾ മത്തങ്ങയും കൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നു. എല്ലാരും കാണണേ. Okay. Wow. മുറിക്കട്ടെ. ഇത് പറിക്കില്ല, ഞാൻ വരാം. ഞെടുപ്പം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഞെടുപ്പം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. മാറ, ഞാൻ കട്ട് ചെയ്ത് തരാം. അതിന് വെയിറ്റൊന്നുമില്ല, എടുക്ക്. അരക്കേം പിടിക്കുന്നു വേണ്ട. ഞെടുപ്പേ പിടിക്കാതെ കയ്യെ കൊള്ളു. പിടിച്ചിട്ട് ഞങ്ങൾ ഈ മത്തങ്ങയും കൊണ്ട് അലുവ ഉണ്ടാക്കാൻ പോവാ. ഞങ്ങൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി വെച്ച് വേവിച്ചു. അമ്മ ഇത് ചെയ്യുമ്പോൾ അച്ഛൻ എനിക്ക് വേറെ ഒരു പണി തന്നു. മത്തങ്ങയുടെ കുരു സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആക്കി കൊടുത്തു. അച്ഛന് വേറെ ഒരു പണി ഉണ്ടായിരുന്നു. അച്ഛൻ അതിന്റെ പുറത്തെ തൊലി അരിഞ്ഞെടുക്കുവന്നു. അത് ഞങ്ങളുടെ പുതിയ ഒരു പരീക്ഷണമായിരുന്നു. എത്രത്തോളം വിജയിക്കുമെന്നറിയത്തില്ലെന്നു, എങ്കിലും സൂപ്പർ ആയിരുന്നു. അത് ഞങ്ങൾ കടലമാവ് ചേർത്ത് എണ്ണയിൽ പൊരിച്ചെടുത്തു. നല്ല സൂപ്പർ ചിപ്സ് ആണോ. ഇത്രയും സൂപ്പർ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പഴംപൊരി ഉണ്ടാക്കുന്ന കൂട്ടാണോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാവ്, സൂപ്പർ. അമ്മ ആവിയിൽ പുഴുങ്ങിയ മത്തങ്ങ എടുത്ത് മിക്സിയിലിട്ട് ഞങ്ങൾ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുത്തു. ഭയങ്കര പണിയാന്നടെ, ഒത്തിരി നേരം എടുത്തു ചെയ്യാൻ.
അമ്മ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു, അച്ഛൻ ചിപ്സ് ഉണ്ടാക്കുന്നു. ഞാൻ അപ്പൊ കുരു സെപ്പറേറ്റ് ആക്കി റെഡിയാക്കി. മൊത്തം അരച്ചെടുത്തിട്ട് അത്തറ വെച്ച് ചൂടാക്കി അതിനകത്ത് നെയ്യ് ഒഴിച്ച് അതിൻ്റെ അകത്തിട്ടു. അമ്മയ്ക്ക് കൈക്ക് വേദനെടുത്തപ്പോൾ അച്ഛൻ ഇളക്കി. അച്ഛന് കൈക്ക് വേദനെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇളക്കാന്ന്. പക്ഷെ സമ്മതിച്ചില്ല. അമ്മ ചൂടാകുഞ്ഞേന്ന് പറഞ്ഞ് എന്നെ ഓടിച്ചു. പിന്നെ രണ്ടും കൂടെ ഇളക്കി ശരിയാക്കി. കുരു ഞങ്ങൾ കടലമാവിലിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തു. അതും കഴിക്കാൻ സൂപ്പർ ആന്നു, നല്ല ടേസ്റ്റ് ആന്നു. ഒരുപാട് നേരം എടുത്തിട്ടാണ് കുറുക്കി എടുത്തത്. ടൈറ്റ് ആവാൻ കുറച്ച് കടലമാവും ചേർത്തു. ഞാൻ മാറിയിരുന്ന് ചിപ്സും അകത്താക്കി. കഷ്ടം. കുഞ്ഞാവേ നീ വന്നേ. തിന്നോക്കെ എങ്ങനെ ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? കൊല്ലാപ്പോ ചൂട് 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 നോക്ക്. കൊള്ളാവോ? എന്നിട്ട് ഞങ്ങൾ അതൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു. തണുത്ത് കഴിഞ്ഞപ്പോ ഞങ്ങൾ കട്ട് ചെയ്ത് നല്ല പീസായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ്. നാട്ടിൽ പോയി കഴിച്ച അലുവേനെക്കാട്ടിലും നല്ലതാണ്. സീനമ്മയുടെ കൂട്ടുകാർക്കും കൊണ്ടുപോയി കൊടുത്താന്നു കുറച്ച്. ബാക്കി ഫുള്ള് ഞാനിരുന്ന് അകത്താക്കി. ഇനിയും ഒരു മത്തങ്ങയും കൂടെ ഉണ്ട്. ഹലോവീൻ കഴിയാനായിട്ട് നോക്കി വെച്ചേക്കുക. ഹലോവീനിന്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത ദിവസം പറയാം. ഇത്രയും മാത്രമാണ് ഞങ്ങൾക്ക് ആ മത്തങ്ങയുടെ അകത്ത് വേസ്റ്റ് വന്നത്. ഇതാ ഇനിയുള്ള മത്തങ്ങ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്.